CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ടെലിഫോണിലുണ്ട്. ശ്രീ രാജു എബ്രഹാം, ഇപ്പോൾ ആറന്മുളയിലെ പദ്ധതിയിൽ നിന്നും പിന്നാക്കം പോകാനുള്ള തീരുമാനം വന്നിരിക്കുന്നു. ഈ ടൊഫൽ കമ്പനിയുടെ ക്ലസ്റ്റർ പദ്ധതി, ഇലക്ട്രോണിക് ക്ലസ്റ്റർ സ്ഥാപിക്കാനുള്ള പദ്ധതി ഉപേക്ഷിക്കുമ്പോൾ എങ്ങനെയാണ് അങ്ങയുടെ പ്രതികരണം? ശ്രീ രാജു എബ്രഹാം, വിമാനത്താവള സ്ഥലത്ത് ഏതെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനോട് ആർക്കും യോജിപ്പില്ല. പാർക്കുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ നിന്ന് മനസ്സിലായത് ആറന്മുള വിമാനത്താവള പദ്ധതിയുടെ സമീപമുള്ള കരഭൂമിയിൽ ഇലക്ട്രോണിക്സ് പാർക്ക് വരുന്നു എന്നാണ് പത്രവാർത്തകളിൽ നിന്ന് മനസ്സിലായത്. ഇപ്പോ ആറന്മുള വിമാനത്താവളവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നത് അവിടെ പരിസ്ഥിതിക്ക് ദോഷം വരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കും, അത് നമ്മുടെ നിയമവിരുദ്ധമായ നടപടി എന്ന നിലയിലാണ് ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആറന്മുള വിമാനത്താവള പദ്ധതി തന്നെ ഉപേക്ഷിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ച് മുന്നോട്ട് വന്നത്. എന്നാൽ ആറന്മുളയിലോ പരിസര പ്രദേശങ്ങളിലോ ഉള്ള ഏതെങ്കിലും കരഭൂമി, നിയമപരമായ കരഭൂമിയിൽ ഇലക്ട്രോണിക്സ് പാർക്കോ അല്ലെങ്കിൽ മറ്റനുബന്ധമായിട്ടുള്ള ടൂറിസം പദ്ധതികളോ വ്യവസായ പദ്ധതികളോ വരുന്നതിനോട് നമുക്ക് വിയോജിക്കാൻ കഴിയത്തില്ല. കാരണം ആറന്മുള പ്രദേശത്ത് ഇനി ഒരു ഭാവിയിൽ ഒരു പദ്ധതിയും പാടില്ല എന്ന നിലപാടിനോട് നമുക്ക് യോജിക്കാൻ കഴിയത്തില്ല. ഈ ഇലക്ട്രോണിക്സ് പാർക്ക് എവിടെയാണ് വരുന്നത് എന്നത് സംബന്ധിച്ചൊരു വ്യക്തമായ തീരുമാനം ഇതേവരെ ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടില്ല. പക്ഷേ അത് നിലമാണ്, കൃഷിഭൂമിയാണ് എന്നുള്ളത് കൊണ്ട് റവന്യൂ വകുപ്പും കൃഷി വകുപ്പും എതിർപ്പറിയിച്ചു എന്നുള്ളതാണ് വാർത്ത. ഉണ്ടെങ്കിൽ അവിടെ ഇലക്ട്രോണിക്സ് പാർക്ക് വരുന്നതോട് നമുക്ക് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയത്തില്ല. ഒരുപക്ഷെ കൃഷിഭൂമി ആയി എന്ന് തെളിഞ്ഞത് കൊണ്ടാവാം ഇത് സംബന്ധിച്ചുള്ളൊരു തീരുമാനം ഗവൺമെന്റ് തലത്തിൽ ഉണ്ടായത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഇപ്പോഴാണ് ഇത് സംബന്ധിച്ചൊരു വാർത്ത അറിഞ്ഞത്. സംബന്ധിച്ച വിശദമായിട്ടുള്ള സർക്കാരിന്റെ തീരുമാനമോ ഉത്തരവോ നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ല. അത് വരുന്ന മുറയ്ക്ക് ഇത് സംബന്ധിച്ചുള്ള മറ്റു പ്രതികരണങ്ങളിലേക്ക് പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ശ്രീ രാജു എബ്രഹാം, ഈ CPM ജില്ലാ നേതൃത്വത്തിന് അവിടുത്തെ ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പാരിസ്ഥിതികമായി ആഘാതമുണ്ടാകുന്ന സ്ഥലത്ത് പദ്ധതി വേണ്ട എന്ന നിലപാട് നേരത്തെ ഉണ്ടായിരുന്നു. പരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ചതുപ്പ് പ്രദേശം മണ്ണിട്ട് നികത്തി വിമാനത്താവള ഉണ്ടാക്കുന്നതിനോട് CPM മാത്രമല്ല, CPM ഉൾപ്പെടെയുള്ള ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കടുത്ത എതിർപ്പാണ് പ്രകടിപ്പിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിമാനത്താവള പദ്ധതി തന്നെ ഉപേക്ഷിക്കുന്ന സ്ഥിതി ഉണ്ടായത്. അത്തരം ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഇലക്ട്രോണിക്സ് പാർക്കോ മറ്റു വ്യവസായങ്ങളോ വരുന്നതുകൊണ്ട് യോജിപ്പില്ല. ഞാൻ സൂചിപ്പിച്ചത് ആറന്മുള പ്രദേശത്തിന് ഈ ഭാവിയിൽ വ്യവസായ പദ്ധതികൾ എന്നുവെച്ചാൽ നിയമപരമായ കരഭൂമിയിൽ, നിയമപരമായി നടത്താൻ കഴിയുന്ന കരഭൂമിയിൽ അല്ലെങ്കിൽ പുരയിടത്തിൽ അവിടെ ഏതെങ്കിലും പദ്ധതികൾ വരുന്നതിനെ തടയുന്നതിനോട് നമുക്ക് യോജിപ്പില്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. വളരെ നന്ദി ശ്രീ രാജു എബ്രഹാം. പ്രതികരിച്ചതിന് ഏതായാലും 100-ലധികം ഹെക്ടർ പ്രദേശത്ത് നിലമാണെന്ന കണ്ടെത്തലുണ്ട്. കളക്ടർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ പദ്ധതി ഉപേക്ഷിക്കാനുള്ള തീരുമാനമായിരിക്കുന്നത്. നേരത്തെ തന്നെ റവന്യൂ വകുപ്പും കൃഷി വകുപ്പും എതിർപ്പ് അറിയിച്ചിരുന്നു.